സുഹൃത്തുക്കളെ നമസ്കാരം, അസ്സലാമു അലൈക്കും. ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിന് 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ആനക്കോട്ടയിലാണ്. പുന്നത്തൂർ കോട്ട എന്നും ഈ കോട്ടയെ അറിയപ്പെടും. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ കോട്ടയുടെ സമയം. കോട്ടയിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് നമ്മുടെ വണ്ടി 4 വീലർ ആണെങ്കിൽ അവിടെ വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഒരു 30 രൂപ കൊടുത്താൽ നമുക്കവിടെ കാർ പാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ല വൃത്തിയുള്ള ഹൈജീനിക് ആയിട്ടുള്ള നല്ലൊരു വാഷ്റൂം സ്ഥിതി ചെയ്യുന്നു. അതുപോലെ കോട്ടയ്ക്കുള്ളിലേക്ക് കയറണമെങ്കിൽ മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി ക്യാമറ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ 25 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഈ ആനക്കോട്ടയിലേക്ക് കിടക്കുമ്പോൾ തന്നെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. കുറച്ച് മുന്നിലേക്ക് പോയാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയ ഒരു കുളമാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വർഷങ്ങളായി പഴക്കമുള്ള മരങ്ങൾ മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെ ഉണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 25ഓളം ഏക്കറിൽ ഇത് പരന്ന് കിടക്കുന്നു. ആനപ്രേമികൾക്കും അല്ലാത്തവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ആനയെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള നല്ലൊരു സ്ഥലമാണ് ഈ ആനക്കോട്ട. ഇവിടെ ഓരോ ആനയെയും പരിചരിക്കാൻ 3 പാപ്പാന്മാർ വീതമുണ്ട്. ഒരു ആനക്ക് 30 സെൻറ്റ് എന്ന കണക്കിലാണ് ഇവിടെ ഓരോ ആനക്കും വീതിച്ചു കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ കോട്ട തന്നെയാണ് ഈ
പുന്നത്തൂർ കോട്ട. വ്യത്യസ്ത തരത്തിലുള്ള 44 ആനകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. 66, 70, 80 ആനകളൊക്കെ മുൻപൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ കുറഞ്ഞ് വെറും 44 ആനകൾ മാത്രമായി ചുരുങ്ങി. പ്രശസ്തരായ ഒരുപാട് സെലിബ്രിറ്റികൾ ഇവിടെ ആനയെ നടയിരുത്തിയിട്ടുണ്ട്. സിനിമാ നടന്മാരും കേന്ദ്രമന്ത്രിമാരുമൊക്കെ അതിൽപ്പെടും. വ്യത്യസ്ത തരത്തിലുള്ള 44 ആനകളാണ് ഇവിടെ ഉള്ളത്. 4 പിടിയാനകളും 2 മോഴ ആനകളും അതിൽപ്പെടും. ഈ മോഴ ആന എന്ന് പറയുമ്പോൾ അവയ്ക്ക് ചെറിയ കൊമ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ കാണാൻ ആണിൻ്റെ പോലെയായിരിക്കും, ആൺ ആനയെ പോലെയായിരിക്കുമെങ്കിലും ചെറിയ കൊമ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രധാനമായും പനമ്പട്ടയും പുല്ലുമാണ് ഇവയുടെ ഭക്ഷണം. പിന്നെ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഈ ആനകൾക്കുണ്ടെങ്കിൽ അവയ്ക്ക് ഈ പിണ്ടി കൊടുക്കാറുണ്ട്. ഓരോ ആനകളുടെയും വെയിറ്റ് അനുസരിച്ചാണ് അവയ്ക്കുള്ള ഭക്ഷണം പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് മാത്രമേ ഇവിടെയുള്ള ആനകളെ കൊണ്ടുപോവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പുതിയ ആനകൾ വരുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് സെൻറ്ററുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ 44 ആനകളിൽ വ്യത്യസ്തമായ ഒരുപാട് ആനകളാണ് ഉണ്ടതിൽ. കുറുമ്പന്മാരായ ആനകളും അപകടകാരികളായ ആനകളും ഒക്കെ തന്നെയുണ്ട്. ചില ആനകൾ മദപ്പാടുള്ള ആനകളാണ്. അപ്പോൾ അതിൻ്റെ ആ ആനയുടെ തൊട്ടടുത്തായിട്ട് ഒരു ബോർഡിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകളും ഇവിടെ കാണാം. ായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ ഗുരുവായൂരുള്ള പുന്നത്തൂർ കോട്ട. അപ്പോൾ എല്ലാവരും വരാൻ പറ്റുന്നവരൊക്കെ വന്ന് ഇവിടെ ആനകളുടെ സ്വഭാവ രീതികളൊക്കെ മനസ്സിലാക്കാൻ നാം എന്നുകൂടി ഉണർത്തുന്നു. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതൊക്കെയാണ് ഗുരുവായൂരുള്ള ആനക്കോട്ടയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. നന്ദി, നമസ്കാരം.